കീം പരീക്ഷയുടെ പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം കീം വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കാൻ പോകുന്നത്. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന് പിന്തുണ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. കേൾക്കാം. ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ അടിച്ചു താത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേരള സർക്കാർ 5:3:2 എന്നുള്ള ഒരു റേഷ്യോയിൽ പുതിയ പ്രോസ്പെക്ടസ് വന്നത്. അത് ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് വാദിച്ചത്. പക്ഷേ നിയമങ്ങൾ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനെ റദ്ദീകരിക്കുന്നത് എന്താ പറയുക, തെറ്റായ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. കാരണം നമ്മളൊരു നിയമം ഉണ്ടാക്കി, അത് ഒരു കളിയിൽ മറ്റൊരാൾക്ക് ദോഷമായിട്ടാണ് ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റേണ്ടതാണ്. അത് സിറ്റുവേഷൻ നോക്കേണ്ട കാര്യമില്ല. ഒരു ദോഷം ഇപ്പോൾ 2 ടീമുണ്ടെങ്കിൽ ആ ടീമിൽ ഒരു ടീമിനെ ബാധിക്കുകയാണെങ്കിൽ ആ നിയമം കൊണ്ട് മറ്റൊരു ടീമിനെ ദോഷമായി ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റണം. ഈ പരീക്ഷയുടെ പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാനായി കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ എടുത്ത സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് കോടതിയിൽ തുടരണം. സർക്കാരും കോടതിയിൽ പിന്തുണയ്ക്കണം. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു അവരുടെ നിലപാട്. നമുക്കറിയാം, 2 CBSE കേന്ദ്ര സിലബസും സ്റ്റേറ്റ് സിലബസും നമ്മൾ അതൊരു തുല്യത ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ സർക്കാർ അത് ചെയ്ത രീതി അത് കോടതിയും നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്തു. എങ്ങനെയാണ് കുട്ടികളുടെ തീരുമാനം? അതിന് സർക്കാർ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായി സർക്കാർ നിയമ പോരാട്ടത്തിനില്ല എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രികളുടെ വാക്കുള്ളതുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഈ പ്രോസ്പെക്ടസ് വന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു മാറ്റം അതെങ്ങനെ സർക്കാരിന് ചെയ്യാനാകും എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. സർക്കാരിന് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് മന്ത്രി പറയുമ്പോഴും അവരെ നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൽ കാരണമായി പറഞ്ഞത് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ്. ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, കാരണം പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇത്തവണയുള്ള റാങ്കിൽ നിന്ന് പല കുട്ടികളും പിന്നിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ മറ്റു വഴികളില്ലല്ലോ, കോടതി പറഞ്ഞതല്ലേ എന്നുള്ള മറുപടി മാത്രമാണ്. സർക്കാരും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ഇവരൊക്കെ മുൻപുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലുള്ള ആലോചനയിലേക്ക് അവർ കടക്കുന്നു, നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് സർക്കാർ പിന്തുണ അറിയിക്കണമെന്നാണ്. അതിൽ എത്രമാത്രം സർക്കാരിന് പിന്തുണയ്ക്കാനാകുമെന്നുള്ളത് സംശയമാണ്. കാരണം നിയമപോരാട്ടം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ കോടതി അങ്ങനൊരു നിരീക്ഷണം നടത്തിയത് കൊണ്ട് തന്നെ, അതായത് പ്രോസ്പെക്ട് വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ നിയമസാധ്യത ഉണ്ടാകില്ല എന്നൊരു ബോധ്യം സർക്കാരിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.